വീട് എന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. മനോഹരമായിട്ടുള്ള വീടുകൾ തേടിയുള്ള യാത്രയിലാണ് നമ്മൾ. 4.5 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചൊരു മനോഹരമായിട്ടുള്ള വീട്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയോറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ഇൻഫോ പാർക്ക് 8 കിലോമീറ്റർ, ആലുവ 7 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ മുന്നിലായി കാണുന്നത് ഈ കാണുന്ന 5 മീറ്റർ അടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. കണ്ടംപററി ഡിസൈൻ്റെയും ട്രഡീഷണൽ ഡിസൈൻ്റെയും എലമെൻറ്റുകൾ ചേർന്ന ഒരു മോഡേൺ ഡിസൈനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ മതിൽ തുടങ്ങുകയാണെങ്കിൽ ഒരു കോബിൾ സ്റ്റോണാണ് മതിലിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബ് ഡിസൈനും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഗേറ്റ് വരുന്നത്. ഗേറ്റ് നിർമ്മിച്ചിട്ടുള്ളത് HPL ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ഫോൾഡിംഗ് ഗേറ്റും നൽകിയിരിക്കുന്നു. 2 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള കോമ്പൗണ്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. കാർ പോർച്ചിൽ ഒരു വാഹനം പാർക്ക് ചെയ്യാം, ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു വാട്ടർ ഫൗണ്ടൻ നൽകിയിരിക്കുന്നു. ഇവിടെയായി പ്ലാന്റിംഗ് ബോക്സ് നൽകിയിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായി ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിരിക്കുന്നു. കലാത്തിയ പ്ലാന്റാണ് പ്ലാന്റർ ബോക്സിൽ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ കാർ പോർച്ചിലായി ഇവിടെ ഒരു പില്ലർ നൽകിയിരിക്കുന്നു. ക്ലാഡിംഗ് സ്റ്റോണാണ് പില്ലറിൽ ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അകത്തേക്ക് പോകാം. ഈ ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ട് വരുന്നത്. 2 സ്റ്റെപ്പുകൾ സിറ്റ് ഔട്ടിൽ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു പ്ലാന്റർ ബോക്സും കൊടുത്തിരിക്കുന്നു. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത്. ഇവിടെ മോഡേൺ ഡിസൈനുള്ള 2 പാളിയുള്ള ഒരു ജനലും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ. ലൂവർ ഡിസൈനാണ് മെയിൻ ഡോറിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഹാൻഡിൽ നൽകിയിരിക്കുന്നു. മാറ്റ് ഫിനിഷാണ് ഹാൻഡിലിൽ നൽകിയിട്ടുള്ളത്. മെയിൻ ഡോറിൽ നിന്ന് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ 2 പാളിയുടെ നല്ല മനോഹരമായിട്ടുള്ളൊരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല വലിപ്പമുള്ളൊരു ഗ്ലാസ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വീടിൻ്റെ അകത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു പ്ലാന്റർ ബോക്സും ഒരുക്കിയിരിക്കുന്നു. ഇവിടെയാണ് TV യൂണിറ്റ് വരുന്നത്. ഇവിടെ പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു. അടിയിലായി സ്റ്റോറേജ് സ്പേസും നൽകിയിരിക്കുന്നു. ലിവിങ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും കാണാവുന്ന രീതിയിലാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് സ്പേസിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന വഴി ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിരിക്കുന്നു. ഇതാണ് ഡൈനിങ് ഏരിയ. 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു ടൈലും ഒട്ടിച്ചിരിക്കുന്നു. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്സും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു മിറർ നൽകിയിരിക്കുന്നു. മിററിൻ്റെ ബാക്കിലായി LED ലൈറ്റും നൽകിയിരിക്കുന്നു. നമുക്ക് കിച്ചൺ നോക്കാം. ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ ഡോർ വരുന്നത് ഗ്ലാസിലും വുഡിലുമാണ്. ഇവിടെ ലൂവർ ഡിസൈനും നൽകിയിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. കൗണ്ടർ ടോപ്പിൽ വൈറ്റ് കളറാണ് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു ചിമ്മിണി നൽകിയിരിക്കുന്നു. ചിമ്മിണിയുടെ അടിയിലായി ഒരു സ്റ്റൗവും നൽകിയിട്ടുണ്ട്. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ഹാൻഡിലുകളും നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല ബ്ലാക്ക് വാർഡിൻ്റെ ഗ്ലാസ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് സിങ്ക് വരുന്നത്. കിച്ചണ് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസും കൂടി ലഭ്യമാണ്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. 1ാമത്തെ ബെഡ്റൂമാണിത്, 2ാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് 1ാമത്തെ ബെഡ്റൂം നോക്കാം. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു വീടാണ് ഇത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 1ാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു കോട്ട ഒരുക്കിയിട്ടുണ്ട്.
ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഹെഡ്റൂം ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഓരോ പാളിയുടെ 2 ജനലും നൽകിയിരിക്കുന്നു. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബാണ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിയ മിററും നൽകിയിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ബാത്റൂം ഫിറ്റിങ്സ് ഒന്നും വന്നിട്ടില്ല, അത് വരുന്നതാണ്. ഇവിടെ ഗ്ലോസി ടൈലാണ് ബാത്റൂമിൽ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ വാനിറ്റി കൗണ്ടർ, ഇവിടെ ഒരു മിററും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു കോട്ട് ഒരുക്കിയിരിക്കുന്നു. ഇവിടെയും ഹെഡ്റൂം നൽകിയിരിക്കുന്നു. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ 1 പാളിയുടെ ഒരു ജനലും നൽകിയിരിക്കുന്നു. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു സ്ലൈഡിങ് വാർഡ്രോബും നൽകിയിരിക്കുന്നു. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. മിററും നൽകിയിട്ടുണ്ട്. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ വാനിറ്റി കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഹാൻഡ്രയിൽ വരുന്നത് വുഡിലും ഗ്ലാസ്സിലുമാണ്. സ്റ്റെപ്പ് വരുന്നത് വുഡൻ ഡിസൈനാണ് സ്റ്റെപ്പിൽ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ നൽകിയിരിക്കുന്നു. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു വലിയ ഗ്ലാസും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് നല്ല വെളിച്ചവും ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസ് നോക്കാം. സ്റ്റെപ്പ് നേരെ വരുന്നത് ഈ കാണുന്ന വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു ആൻറ്റിക് ടേബിൾ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആൻറ്റിക് ഡിസൈനുള്ള ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഗോൾഡൻ സ്ട്രിപ്സും കൊടുത്തിരിക്കുന്നു. മുകളിലായി ഒരു ക്ലോക്കും നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടും ആക്കിയിരിക്കുന്നു. ഇവിടെ പർഗോള ഡിസൈൻ നൽകിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ളൊരു TV യൂണിറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വുഡൻ ഡിസൈനും നൽകിയിരിക്കുന്നു. TV യൂണിറ്റിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു LED ലൈറ്റും കൊടുത്തിരിക്കുന്നു. TV യൂണിറ്റിൻ്റെ അടിയിലായി ഒരു സ്റ്റോറേജ് സ്പേസും ലഭ്യമാണ്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത്, രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം നോക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു കോട്ട് ഒരുക്കിയിരിക്കുന്നു. അവിടെയായി ഹെഡർ, ഒരു ബെഡും കൂടി ഈ ബെഡ്റൂമിൽ ലഭ്യമാണ്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു വലിയ മിറർ നൽകിയിരിക്കുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സ്ലൈഡിംഗ് വാർഡ്രോബും ലഭ്യമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്. ഇവിടെ ചെറിയൊരു ബാൽക്കണി സ്പേസും ലഭ്യമാണ്. സ്ക്വയർ ട്യൂബ് ഡിസൈനാണ് ബാൽക്കണിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഡോർ വരുന്നത് ഫൈബറിലാണ്. ഇവിടെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു മിററും നൽകിയിരിക്കുന്നു. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ ഒരുക്കിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. ഇവിടെയായിട്ട് ക്ലോസറ്റും നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഇവിടെ 3 പാളിയുടെ ഒരു ജനൽ നൽകിയിരിക്കുന്നു. ഇവിടെ ഓരോ പാളിയുടെ 2 ജനലും നൽകിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ തന്നെ സ്ലൈഡിങ് വാർഡ്രോബ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം സ്പേസും ഒരുക്കിയിരിക്കുന്നു. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നു. വലിയൊരു മിററും കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഗ്ലാസ്, ഇവിടെ ഷവറിൻ്റെ ഒരു ഓപ്ഷനും നൽകിയിരിക്കുന്നു. നമുക്ക് യൂട്ടിലിറ്റി സ്പേസ് നോക്കാം. ഇതാണ് യൂട്ടിലിറ്റി സ്പേസ്. അത്യാവശ്യം വലിപ്പമുള്ള യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇത്. ഇവിടെ ഒരു ഗ്ലാസ് നൽകിയിരിക്കുന്നു. ഇവിടെയായിട്ടാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാൽക്കണി നോക്കാം. ഇതാണ് ബാൽക്കണി. വുഡൻ ഡിസൈനുള്ള ടൈലാണ് ബാൽക്കണിയിൽ വിരിച്ചിരിക്കുന്നത്.
ഹാൻഡ് റെയിൽ വരുന്നത് സ്റ്റീലിലും ഗ്ലാസ്സിലുമാണ്. മുകളിലായി ലൂവർ ഡിസൈൻ നൽകിയിരിക്കുന്നു. ഇവിടെ 2 പാളിയുടെ ഒരു ജനലും നൽകിയിട്ടുണ്ട്. ഇവിടെ ടെറാക്കോട്ട ടൈലും നൽകിയിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലത്ത് 2050 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മനോഹരമായിട്ടുള്ള വീട്. ഈ വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് പുക്കാട്ടുപടിയിലാണ്. ഈ വീട്ടിൽ നിന്നും ബസ് റൂട്ടിലേക്കുള്ള ദൂരം വെറും 300 മീറ്റർ മാത്രമാണ്. ആലുവ 7 കിലോമീറ്റർ, ഇൻഫോ പാർക്ക് 8 കിലോമീറ്റർ, ബസ് റൂട്ട് 300 മീറ്റർ എന്നിങ്ങനെയാണ് ഈ വീട്ടിൽ നിന്നുള്ള അകലം. ഈ വീടിൻ്റെ വില വയ്ക്കുന്നത് 95 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.